തീരത്ത് നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾക്ക് തൊട്ടടുത്ത് അധികം മരങ്ങളൊന്നും വളരുകയില്ല. കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ഒന്ന് ആടി ഉലയും. പക്ഷേ എത്രമാത്രം ശക്തമായി കാറ്റ് അടിക്കുന്നുവോ അത്രമാത്രം ശക്തിയോടുകൂടെ തന്നെ ഈ വൃക്ഷം വളർന്നുകൊണ്ടേയിരിക്കും. കാറ്റിൻ്റെ ശക്തിയാൽ മരത്തിൻ്റെ വേരുകളൊക്കെ ഇളകുമ്പോൾ അത് പൂർവാധികം ശക്തിയോടെ പുഴവക്കത്തെ മണ്ണിലേക്ക് പതുക്കെ പതുക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചുറ്റുവട്ടം ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വലുതായ ഈ വൃക്ഷത്തെയാണ് കാറ്റ് കൂടുതലായി ഏൽക്കുന്നത്. തൊട്ടടുത്ത് വൃക്ഷങ്ങളൊന്നുമില്ല, പച്ചപ്പുല്ലുകൾ മാത്രമേ ഉള്ളൂ. അവിടെ കന്നുകാലികൾ മേയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥ. നല്ല ചൂടുള്ള സമയത്ത് വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് ഈ 2026 ചൂട്, അതുപോലുള്ള വേനൽക്കാലത്ത് പോലും ഈ മരങ്ങളുടെ ഇലകൾ പച്ചയാണ്. പച്ചയാണെന്ന് പറഞ്ഞാൽ പോരാ, കടും പച്ചയാണ് ഈ മരങ്ങളുടെ ഇല. കൂടാതെ വർഷകാലത്തേക്ക് വരികയാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മുടെ ചില പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ആ സമയത്തും ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ കടും പച്ചയാണ്. ഈ വൃക്ഷത്തിന് ഇളക്കമൊന്നും തട്ടുന്നില്ല. കടും വേനലിൻ്റെ സമയത്തും സൂര്യപ്രകാശത്തിലേക്ക് സൂര്യനെ നോക്കിക്കൊണ്ട് ഈ വൃക്ഷം നിൽക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഓടി പുഴയിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു. വർഷകാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആകസ്മികമായി ഏതെങ്കിലും ഡാം ഒന്ന് തുറന്നു എന്ന് വിചാരിക്കുക, ഈ വൃക്ഷത്തിൻ്റെ 70, 75, 80% വെള്ളം വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും വലിയ ഇളക്കമില്ല, വലിയ കോട്ടങ്ങളില്ല. കാരണം എന്താ? ഈ വൃക്ഷം പുഴയുടെ ആ തീരത്താണ്. അതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഓടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂര്യനെ നോക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഇലകളെല്ലാം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ വൃക്ഷത്തെ പോലെ ആയിരിക്കണം. കാരണം എന്താ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ജീവിതമൊക്കെ നന്നായി സന്തോഷിച്ചു ആസ്വദിച്ചു ജീവിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് വലിയ ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒക്കെ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ പറയാൻ പറ്റുന്നവരുമുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, വലിയ തകർച്ചയുണ്ടായപ്പോഴും അതോടൊപ്പം വലിയ ഉയർച്ചയുണ്ടായപ്പോഴും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ലേ? അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഴമേറിയ ദൈവവിശ്വാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുന്നത്. ഇനി വേനൽക്കാലത്തും വർഷകാലത്തും ഈ മരം അതിനിളക്കം തട്ടിയില്ല, അതിൻ്റെ വേരുകൾ ആഴ്ന്നിരുന്നു. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ഒരു ദൈവവിശ്വാസിയുടെ ജീവിതവും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 17-ാമത്തെ അധ്യായത്തിലെ 7ഉം 8ഉം വചനങ്ങള് പ്രസക്തമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത്
എന്നും ഫലം നൽകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹീതനാണ്. അവന് നിരാശയുടെ ഒരു ജീവിതം നയിക്കേണ്ടി വരില്ല. തകർച്ചകളുണ്ടാവാം, വലിയ ബുദ്ധിമുട്ടുകളിലൂടെ, സഹനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കാം. പക്ഷേ ഈ തകർച്ചകളും ദുഃഖങ്ങളും ദൈവം ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഏതെങ്കിലും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ആ തകർച്ചകൾ ഓർത്ത് നന്ദി പറയണം. കാരണം എന്താ? ആ തകർച്ചകളാണ് ജീവിതത്തിന് വലിയ ശക്തി നൽകിയത്. ആ തകർച്ചയുടെ സമയത്താണ് സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുമെന്ന ബോധ്യം നിങ്ങൾക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതം സുന്ദരമാണ്. ആ സുന്ദരമായ ജീവിതത്തിൽ ഇതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ആറ്റുതീരത്തു നട്ട മരം പോലെ വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് മരുഭൂമിയാകുന്നത് ജീവിതം തിരക്കേറുമ്പോഴാണ്. ജീവിതം തിരക്കേറുമ്പോൾ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിനും സ്പീഡ് കൂടും. പിന്നെ പതുക്കെ പതുക്കെ ഒരുതരം യാന്ത്രികത, നിസ്സംഗതയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്. എന്നാൽ നമ്മൾ നേടിയതൊക്കെ ഒന്ന് ആസ്വദിക്കുവാൻ, ദൈവം തന്ന നന്മകളോർത്ത് സന്തോഷിക്കുവാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പിന്നെ നേടണമെന്ന ഒരേ ഒരു ആഗ്രഹം, അതിനുവേണ്ടി എല്ലാം മറന്നുകൊണ്ടുള്ള പ്രയാണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒന്ന് നിൽക്കാം, സാവകാശം പിറകോട്ട് തിരിഞ്ഞു നോക്കാം. ദൈവം തന്ന ദിവസങ്ങൾ, ജീവിതം, നന്ദി പറയാം. പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ മുൻപിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷേ മുൻപിലുള്ള പ്രതിസന്ധികളെ, പഴയ കാലത്തെ പരാജയങ്ങളും തിക്താനുഭവങ്ങളുമൊക്കെ അതിനെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ആറ്റുതീരത്ത് നട്ട ആ മരത്തെ പോലെ ദൈവത്തിൽ എന്നും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ, വലിയ വേദനയിലൂടെയാ, ദുഃഖത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ചു, എല്ലുമുറുകെ പണിയെടുത്തു, ധാരാളം സമ്പത്തൊക്കെ ഉണ്ടായി. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്, PDC അല്ലെങ്കിൽ +2 പഠിക്കുന്ന കാലഘട്ടം വരെ. ആ സമയത്തൊക്കെ അവരോടൊപ്പം ചിലവഴിക്കാൻ അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള തത്രപ്പാടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പഠിപ്പിച്ച് അവരെയൊക്കെ ഒരു നിലയിലെത്തി. ഇനിയും സാവധാനം ജീവിതം തുടങ്ങുക. ഇങ്ങനെ തുടങ്ങുന്ന അവസരത്തിലുള്ള വേദന എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് ഏകാന്തതയാണ്. മക്കളൊക്കെ അടുക്കലില്ല, 1ഉം 2ഉം പേരൊക്കെ ഉള്ളൂ. അവരൊക്കെ ദൂരങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായിട്ടൊക്കെ പോയി. ഇതാണ് ജീവിതം. പിന്നെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ജീവിത രീതികളാണ്. ചിലർ പറയും, പെട്ടെന്ന് തന്നെ ജീവിത പങ്കാളിയുടെ വിയോഗം, അതുമൂലം തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. 50-55 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഇനിയും സന്തോഷമായി ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല വീടൊക്കെ പണിതു, എല്ലാം ഒന്ന് ക്രമീകരിച്ചു. അപ്പോഴാണ് ആകസ്മികമായ വേർപാട്. പിന്നെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് ഏകാന്തതയിലൂടെ ജീവിക്കുന്ന വ്യക്തികൾ, മറുവശത്ത് 30-40 വർഷമായി ഒരുമിച്ച് ജീവിക്കുവാനായി തുടങ്ങിയിട്ട്, എന്നാൽ മനസ്സുകൊണ്ട് അകലങ്ങളിലാ, ഒരുമിച്ചു
അതുകൊണ്ട് അങ്ങ് ജീവിക്കുക, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യുവാനായിട്ട്, മക്കളെയൊക്കെ ഓർത്തുകൊണ്ട്. പക്ഷേ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലാത്ത ജീവിതങ്ങളുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എത്ര വർഷങ്ങളായെന്നറിയാമോ. ഇതാണ് അവസ്ഥ. എല്ലാം ഉണ്ട്, പക്ഷേ ആയിരിക്കുന്ന അവസ്ഥയിലോ സന്തോഷം കണ്ടെത്താനോ ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ പണ്ടെങ്ങോ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുക. ഇനിയും ഈ മനുഷ്യൻ നന്നാകാൻ പോകുന്നില്ല, എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ടകാലം ഇങ്ങനെയൊക്കെ മതി. ചുരുക്കത്തില് ഇന്നലകളെ കുറിച്ച് ഓർക്കുമ്പം നന്മകളുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തികട്ടി വരുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങള്, തിക്താനുഭവങ്ങള്. നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പം അങ്ങനെ അധികമൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇന്നലകളൊക്കെ നൽകിയത് തിക്തമായ അനുഭവങ്ങളാണ്. പിന്നെ ഒരു തരത്തിൽ അങ്ങനെ കഷ്ടിമുഷ്ടി ജീവിച്ചു പോകുന്നു. ഇന്നിനെക്കുറിച്ച് ചിന്തിച്ചാലോ? അങ്ങനെ ചിന്തിക്കാൻ സമയമില്ല. കാരണം എന്താ? എപ്പോഴും മനസ്സിലെ തിക്താനുഭവങ്ങളാ. ശാസ്ത്രജ്ഞന്മാര് പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ചിന്തകള് ഒരു ദിവസം ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ 30,000 മുതൽ 80,000 വരെയുള്ള ചിന്തകളാ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത്രയും ചിന്തകൾ വരുന്നുണ്ട്. ഇനി ചിലരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഭയങ്കര ദൈർഘ്യമാ. അത് 1,00,000 അല്ലെങ്കിൽ 1,20,000 വരെ അങ്ങനെയാവും ചിന്തകളുടെ ആ കടപ്പ്. ആ ചിന്തകൾ ഇങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരിക്കുക. ഇനി ഈ ചിന്തകളെ ഒന്ന് അവലോകനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുക, അത് ഒരേ ചിന്തയാണ്. അതായത് മനസ്സ് മരവിപ്പിക്കുന്ന, മരവിച്ചു പോയ, നിർജീവമായ, തളർത്തിക്കളയുന്ന നെഗറ്റീവ് എനർജി മാത്രം നൽകുന്ന ചിന്തകൾ. ഇങ്ങനെ വന്നു കഴിയുമ്പം മനസ്സിന്റെ ശാന്തത കൈവിട്ടു പോകും, പ്രതീക്ഷ നഷ്ടപ്പെടും, ഉയരങ്ങളിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. ഇവിടെയാ ജീവിതം തിരക്കേറുന്ന നിമിഷങ്ങളിൽ ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ശാന്തമാക്കാനും ദൈവത്തെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചിതയിൽ നിന്ന് ഒരുപക്ഷെ എഴുന്നേറ്റ് വരാം, പക്ഷേ നമ്മുടെ മനസ്സിനെയൊക്കെ കാർന്നു തിന്നുന്ന ചില ചിന്തകളിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് വരാൻ സാധ്യമല്ല എന്ന്. അതായത് കാർന്നു തിന്നുന്ന ചിന്തകളുടെ വലുപ്പം അത്രമാത്രമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തില് 14-ാമത് അധ്യായത്തിലെ 27-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നിനെ ഓർത്തുകൊണ്ടും ഭയപ്പെടേണ്ട, ഹൃദയം അസ്വസ്ഥമാക്കി ജീവിക്കേണ്ട. നാളത്തെ ദിവസം അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഇന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ഇന്നെനിക്ക് നടക്കാൻ സാധിക്കുന്നു, ഇന്നെനിക്ക് ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു, ഇന്ന് ഞാൻ ധാരാളം വ്യക്തികളെ കണ്ടുമുട്ടി അവരോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു, എനിക്ക് ഇന്ന് ഇത്രമാത്രം ജോലി ചെയ്യുവാൻ സാധിച്ചു, അത്രയും മതി. ആ നന്മകൾ മാത്രം ഓർത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സുന്ദരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി മറുവശത്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ നഷ്ടങ്ങളെ ഓർത്ത് മാത്രം ജീവിക്കുവാനായിട്ട് ശ്രമിച്ചാല് ജീവിതം മരവിച്ചു പോവുകയുള്ളൂ. അവിടെ നിസ്സംഗത മാത്രമേ, യാന്ത്രികതയിലൂടെ മാത്രമേ ജീവിതം പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 41-ാമത് അധ്യായത്തിലെ 10-ാമത്തെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എത്രയോ മനോഹരമായ വചനം, ദൈവത്തിൻ്റെ ഉറപ്പ്. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഈ നിമിഷങ്ങളിൽ ശക്തി പോയല്ലോ, കൂടെ ആരുമില്ലല്ലോ എന്നോർക്കുമ്പോൾ ഈ വചനം ഓർക്കുക: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്ന ദൈവത്തിൻ്റെ വചനം.
മനസ്സ് അസ്വസ്ഥമാകുമ്പം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ ഡയറക്ടറായിരുന്നു മെൽ ജിബ്സൺ. കാലിഫോർണിയയിൽ വലിയൊരു തീപിടുത്തമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുവകകളും കത്തി നശിച്ചു. എങ്കിലും എല്ലാം നശിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആ ഉറച്ച മനസ്സോടുകൂടെ നിൽക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്തെല്ലാം എരിഞ്ഞടങ്ങിയോ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ എനിക്കിനിയും കണ്ടുപിടിക്കാനും ചെയ്യുവാനും ലോകത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൊടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാം എരിഞ്ഞടങ്ങിയപ്പം, അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസും നഷ്ടമായപ്പം വീണ്ടും അദ്ദേഹം പറയുക, എന്നെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മനസ്സ് ദൈവത്തിൽ ആശ്രയിക്കാൻ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 34 അധ്യായത്തിലെ 18 വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഹൃദയം നുറുങ്ങിയാൽ നമ്മളെ സ്വാന്തനപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? എനിക്കറിയാം, അങ്ങനെ ആശ്രയിക്കുന്ന ധാരാളം വ്യക്തികളെ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തൊക്കെ ഈ മലയാളികളെക്കാൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ചില സമയത്ത് ഹിന്ദിക്കാരും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ വരാറുണ്ട്. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പം, വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം, അവര് ഈ 4-5 ദിവസത്തെ ധ്യാനമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് കാണുമ്പം എത്ര സന്തോഷമാണെന്നറിയാമോ? ആദ്യത്തെ 1-2 ദിനങ്ങൾ ഭയങ്കര പ്രയാസം അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് കേട്ട് അവർ വരുമ്പം വലിയൊരു ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അവരുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്. പിന്നീട് അവർ ഒരുപക്ഷെ ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെ പറയും, സന്തോഷം കേട്ടോ, ജീവിതത്തിൻ്റെ ആ ശക്തി ഒന്ന് തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ വലിയ തകർച്ചയിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ധ്യാനിക്കാനായിട്ട് അല്പസമയം നമ്മൾ കണ്ടെത്തണം. നമ്മളൊരു കാര്യം ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനവും എടുക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാലോ, സന്തോഷമുള്ള ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനം ആ സന്തോഷ മിശ്രിതമായിരിക്കും. സങ്കടമുള്ള സമയത്തെടുക്കുന്ന തീരുമാനമാണെങ്കിലോ അതിൽ സങ്കടം കൂടെ കലർന്ന് അങ്ങനെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാ? അത് മനസ്സിൻ്റെ സന്തുലന അവസ്ഥയുണ്ട്. സന്തോഷവും ദുഃഖവും ഒക്കെ ഒന്ന് സംയമനത്തോടെ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു ശാന്തമായ ഒരു സമയം. നമുക്കറിയാലോ, ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഇനി എന്തിനാ ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയത്? മലമുകളിൽ പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഈ 12 ശിഷ്യഗണത്തെ ഈശോ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന സമയത്താണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശക്തി ലഭിക്കുന്നത്. മനസ്സ് ശാന്തമാക്കിയാൽ പിന്നെ കുഴപ്പമില്ല. ഇനി ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പം ലോകം നോക്കിക്കണ്ടത് അവരെ എങ്ങനെയാ? കുറച്ചുപേര് മുക്കുവന്മാര്, പ്രായക്കുറവുള്ളവര്, പ്രായം കൂടിയവര്, ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര്, ചുങ്കക്കാര്. ഇവരുടെ സ്ഥിതി എന്താവാം? പക്ഷെ എന്താ ചെയ്തത് ഈശോ? ഇവരെ തന്നെ തിരഞ്ഞെടുത്ത്, ഇവരെ തന്നെ ട്രെയിൻ ചെയ്ത്, പ്രിയപ്പെട്ടവരെ, ഈ 12 പേരിൽ 11 പേരും യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം കൈവരിച്ചു. കണ്ടോ, സംയമനത്തോടെ എടുത്ത ഒരു തീരുമാനം. നമുക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിയുമ്പം നമ്മൾക്കും ഇതുപോലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, പിന്നെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കണം. നമ്മുടെയൊക്കെ ചുറ്റുപാടും ബഹളമയമാണ്. അതായത്
TV ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് ജനറൽ നോളജ് വേണം, കാര്യങ്ങൾ അറിയണം. പക്ഷേ ചില സംവാദങ്ങളും പിന്നെ അതിനെ ഖണ്ഡിക്കുന്ന ചില കാര്യങ്ങളും ചില നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും എപ്പോഴും നെഗറ്റീവ് എനർജി നൽകുന്ന ന്യൂസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചില അടിമത്തങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ മറ്റു പല അശ്ലീല ചിത്രങ്ങളിലേക്കൊക്കെ കാണാനുള്ള ഒരു മനസ്സിൻ്റെ ചായ്ച്ചിൽ അതിലേക്കൊക്കെ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും മനസ്സ് ഒരു നിർജീവമായ അവസ്ഥയിലാണ്. അതായത് ഈ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ തികട്ടി വരും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ഈ കണ്ടത് ചുരുക്കത്തിൽ മനസ്സ് അലഞ്ഞു തിരിയുന്നിടത്ത് ശരീരവും പതുക്കെ എത്തും. ഈ കണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ശരീരത്തിന് നൈമിഷിക സുഖം തരുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ ഇങ്ങനെ ആലോചിച്ച് താലോലിച്ച് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുക ചെയ്യുന്നത്. അത് നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തും. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് കേട്ട് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് തന്നെ ഒരു ദോഷൈക ദൃക്കിൻ്റെ സമീപനത്തോടു കൂടെ തന്നെ കാണുവാനായിട്ട് ശ്രമിക്കും. നമ്മുടെ കൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ചെറിയ പുഞ്ചിരിയോടുകൂടെ ജീവിതത്തെ നേരിടുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാം. നമ്മൾ ഭയങ്കരമായ ഓട്ടത്തിലാണ് എല്ലാവരും. കാരണം എന്താ? തിരക്കേറിയ ജീവിതം. ഇനി ഈ ജോലി ചെയ്തുകൊണ്ടുള്ള ജീവിതം മാത്രമല്ല തിരക്കേറിയത്, ഇനി മനസ്സിൻ്റെ ഓട്ടമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലെ ചിന്തകളുടെ ഓട്ടം, ഭയങ്കര സ്പീഡായിട്ടുള്ള ചിന്തകൾ. ആ ചിന്തകൾക്കൊക്കെ ഒന്ന് പതുക്കെ വിരാമം ഇടാനായിട്ട് ശ്രമിക്കാം. നല്ലത് മാത്രം ചിന്തിക്കുവാൻ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ആ സമയത്തൊന്ന് പോസ് ചെയ്യാൻ, നല്ലത് ചിന്തിക്കാൻ, അല്പസമയമൊക്കെ ശാന്തമായിട്ടൊന്ന് ഇരിക്കാൻ, ഈശോയെ പോലെ അങ്ങനെ ഇരിക്കാൻ, അങ്ങനെ ആറ്റുതീരത്തു വളർന്നു വരുന്ന ഒരു മരം പോലെ വളരാൻ, എന്നും പച്ചപ്പായിരിക്കുവാൻ, മറ്റുള്ളവർക്ക് തണൽ കൊടുക്കാൻ, അഭയം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സർവേശ്വരൻ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.